കോഴിക്കോട് NIT-യിൽ തൊഴിലാളികളുടെ സമരം അവസാനിപ്പിച്ചു. ദീർഘകാലമായി ജോലി ചെയ്യുന്ന തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള നീക്കത്തിനെതിരെയായിരുന്നു സമരം. തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ NIT അധികൃതരുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് തീരുമാനം. നിലവിലെ തൊഴിലാളികൾക്ക് ജോലിയിൽ തുടരാമെന്ന് ഉറപ്പ് ലഭിച്ചു. NIT-യിൽ പുതിയ തൊഴിലാളികളെ കൊണ്ടുവന്നത് ഇന്ന് വലിയ സംഘർഷത്തിനിടയാക്കിയിരുന്നു. AK അഭിലാഷ് നൽകും വിശദാംശങ്ങൾ. അഭിലാഷ്, ഈ സംഘർഷത്തിനൊടുവിൽ ഇപ്പോൾ ഒരു തീരുമാനം വന്നിരിക്കുന്നു. അത് പൂർണ്ണമായും ഇവർക്ക് അനുകൂലമായി തന്നെയാണോ ഈ ഒരു സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്? ശ്രുതി, NIT-യിൽ സാനിറ്റേഷൻ അതോടൊപ്പം തന്നെ സെക്യൂരിറ്റി വിഭാഗത്തിൽ 312 തൊഴിലാളികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരെ പിരിച്ചുവിടാനുള്ള ഒരു തീരുമാനമായിരുന്നു മാനേജ്മെന്റിന്റെ ഭാഗത്തുമുണ്ടായത്. ഇതിനെതിരെയായിരുന്നു ശക്തമായ സമരം തൊഴിലാളികളുടെ ഭാഗത്ത് കഴിഞ്ഞ 2 ദിവസമായി തുടരുകയാണ്. ഇതിനിടെ ഇന്ന് രാവിലെ 50-ലധികം തൊഴിലാളികളെ കരാറുകാർ പുതുതായി ഇവിടെ NIT-യിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള ശ്രമം നടത്തി. ഇതിനെ ചെറുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് വലിയ തരത്തിലുള്ള സംഘർഷവും ഈ NIT-ക്ക് മുമ്പിൽ ഉണ്ടാവുകയും ചെയ്തു. വലിയ തരത്തിലുള്ള സുരക്ഷാ സന്നാഹം പോലീസ് ഒരുക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഉന്തും തള്ളും അടക്കമുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് NIT അധികൃതരുമായി ഇപ്പോൾ ഈ തൊഴിലാളി സംഘടനാ നേതാക്കളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ചർച്ച നടത്തിയത്. ഇതിന് പിന്നാലെ ഇവർ ഇപ്പോൾ ഈ സമരം പിൻവലിക്കാൻ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു. അതായത് ചില ഉപാധികളോടെ തൊഴിലാളികളെ തിരിച്ചെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ NIT എത്തിയിരിക്കുന്നത്. ഏതായാലും ഈ തൊഴിലാളി പ്രതിനിധികൾ നമുക്കൊപ്പം ചേർന്നു. എന്തൊക്കെയാണ് പുതിയ ഉപാധികൾ? പുതിയ ഉപാധികൾ നിലവിലുള്ള തൊഴിലാളികൾ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ മുഴുവൻ തൊഴിലാളികൾക്കും കയറാം. സാനിറ്റേഷൻ വിഭാഗത്തിലെ മുഴുവൻ തൊഴിലാളികൾക്കും ഇന്ന് തന്നെ ഇപ്പം ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഈ ഒരു 5 മിനിറ്റ് മുന്നേ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ സെക്യൂരിറ്റി വിഭാഗത്തിലെ തൊഴിലാളികളും മുഴുവൻ തൊഴിലാളികൾക്കും ജോലി ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും വിഭാഗത്തിൽ എന്തെങ്കിലും പ്രയാസമുള്ള തൊഴിലാളികളുണ്ടെങ്കിൽ അവർ NIT-യും അതുപോലെ തന്നെ അതോറിറ്റിയും ട്രേഡ് യൂണിയൻ നേതാക്കളുമായി ഇരുന്ന് ചർച്ച ചെയ്ത് അവരെയും കൂടി തൊഴിലിലേക്ക് എടുക്കാവുന്ന രീതിയിലേക്കുള്ള പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. ആർക്കും തൊഴിൽ നിഷേധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്ന് NIT ഉറപ്പ് തന്നിട്ടുണ്ട്. ട്രേഡ് യൂണിയൻ നേതാക്കളുമായിട്ട് ഇരുന്ന് സംസാരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആ ഉറപ്പ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ സമരം പിൻവലിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, നേരത്തെ സ്കിൽഡ് തൊഴിലാളികളെ അൺസ്കിൽഡ് തൊഴിലാളികളെ മാറ്റിയിരുന്നു. അതിൽ എന്താണ് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ നിർദ്ദേശം? സ്കിൽഡ് വിഭാഗത്തിലെ തൊഴിലാളികൾക്ക് നേരത്തെ സ്കിൽഡ് വിഭാഗത്തിൽ ഉണ്ടായിരുന്ന അതേ വേതനത്തോടു കൂടെ തന്നെ നിലനിർത്തുമെന്നും എന്നാൽ അവർക്ക് മറ്റു കാര്യങ്ങളും ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുന്നില്ല എന്നും ഉറപ്പ് തന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവർ നിലവിലുള്ള തൊഴിൽ തുടരും. അവരെ സ്കിൽഡ് തൊഴിലാളികളായി പരിഗണിക്കും. സ്കിൽഡ് തൊഴിലാളികളായി പരിഗണിക്കും. അതായത് നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടു. NIT അംഗീകരിച്ചു. നിങ്ങൾ ജോലിയിൽ പുനഃപ്രവേശിക്കുന്നതോടുകൂടെ പ്രവേശിക്കാൻ തീരുമാനിച്ചു. ഇന്ന് സാനിറ്റേഷൻ വിഭാഗത്തിലെ തൊഴിലാളികൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഞങ്ങളിപ്പം സെക്യൂരിറ്റി വിഭാഗത്തിലെ തൊഴിലാളികൾ ഈ അടുത്ത ടേൺ മുതൽ ജോലിയിൽ പ്രവേശിക്കും. ശ്രുതി, ഏതാണ്ട് 20-25 വർഷത്തെ ഇവിടെ പ്രവർത്തന പരിചയമുള്ള തൊഴിലാളികളാണ് ഇവിടെ നിന്ന് ഒഴിവാക്കാനുള്ള നീക്കം ഈ പുതിയ കരാറെടുത്തിരിക്കുന്ന കമ്പനികൾ നടത്തിയത്. അതിനുശേഷം 5000 രൂപ വേണം കെട്ടിവെച്ചാൽ ഇവരെ തിരിച്ചെടുക്കാമെന്നുള്ള ഒരു നിർദ്ദേശവും അവരുടെ ഭാഗത്തുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് തൊഴിലാളികൾ സമരത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ തൊഴിലാളികളുടെ ആവശ്യം പൂർണ്ണമായും അംഗീകരിച്ചിരിക്കുന്നു. ഇവർക്ക് 60 വയസ്സ് വരെ ഇപ്പോൾ എടുക്കുന്ന തൊഴിൽ തുടരാമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുണ്ടായത്. അതോടൊപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന സ്കിൽഡ് തൊഴിലാളികളെ അൺസ്കിൽഡ് തൊഴിലാളികളെ മാറ്റിയിരുന്നെങ്കിൽ അവർക്ക് പൂർണ്ണമായും നേരത്തെ നൽകിയിരിക്കുന്ന വേതന വ്യവസ്ഥകൾ അതുപോലെ തന്നെ നൽകാമെന്നുള്ളൊരു തീരുമാനവും ഇപ്പോൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുണ്ടായിരിക്കും. ഏതായാലും തൊഴിലാളികൾ ഇപ്പോൾ തന്നെ തൊഴിലിൽ പുനഃപ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ അഭിലാഷ്, എന്തായാലും പ്രതിഷേധങ്ങൾക്കൊടുവിൽ കോഴിക്കോട് NIT-യിൽ തൊഴിലാളികളുടെ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ദീർഘകാലമായി ജോലി ചെയ്യുന്ന തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള നീക്കത്തിനെതിരെയായിരുന്നു ഈ സമരം നടന്നിരുന്നത്. തീരുമാനമായതിനു പിന്നാലെ സമരം അവസാനിപ്പിച്ചു. AK അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത്.